ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചെറിയ പണിയാണ് കേട്ടോ. കീരാങ്കീരി, നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുക? ഞങ്ങളൊക്കെ കീരാങ്കീരി എന്നാട്ടോ പറയുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചതാണ്, ചേച്ചി വീഡിയോ ഇടുമ്പോൾ എന്തെന്നാ ഈ കീ എന്ന് കേൾക്കുന്നതെന്ന്. ഇതാട്ടോ ഈ സാധനമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം കീ രാവിലെ ആയിട്ടേ ഉള്ളൂ. ജനലിൻ്റെ മേലെയും എല്ലായിടത്തും ഉണ്ട്. അത് രാത്രിയൊക്കെ പെട്ടുപോയി എന്തൊരൊച്ചയാണെന്നറിയോ. വീട്ടിൻ്റെ അകത്തൊക്കെ കയറിപ്പോയാലേ ഒന്ന് മഴ മാറിയോ ഇവർ കിടന്ന് കീന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കേട്ടോ ബുദ്ധിമുട്ട്. ഇവർ ഒച്ചയും കൊണ്ട് സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. പറമ്പിലുള്ളതൊന്നും പറ്റില്ല കേട്ടോ, നിറച്ചു എവിടെയൊക്കെയാണെന്ന് ആർക്കറിയാം. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞപ്പം എൻ്റെ മേത്തേക്ക് പച്ചത്തുള്ളം ചാടി അവിടെ നിന്ന്. പണ്ടുള്ളവരൊക്കെ പറയും പച്ചത്തുള്ളം കയറിയാൽ പൈസ വരുന്നൊക്കെ. എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിനെക്കുറിച്ചൊന്നും. അങ്ങനെ എന്തൊക്കെ പഴമ പറയുന്നുല്ലേ. ഇതും അതുപോലെ തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയാണ്. എന്താ പറയുക, കാന്താരി മുളക് ചെറുതാണെങ്കിലും ഭയങ്കര എരിവല്ലേ, അതുപോലെ ഇവർ ചെറുതാണെങ്കിൽ ഇവരെ സൗണ്ട് ഭയങ്കര കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുമ്പം തന്നെ കീ എന്നുള്ള ഒച്ച കേൾക്കും. അത് കീരാങ്കീരിയാണ് കേട്ടോ. എല്ലാം കേൾക്കുന്ന ഒച്ച കീരാങ്കീരി അല്ല കേട്ടോ. കിളികളും പക്ഷികളും ഇടയ്ക്ക് മയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. അങ്ങനെ ഇന്ന് അക്കുഡോസിന് അവധി ദിവസമായതുകൊണ്ട് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ആ ഒച്ച കേൾക്കുന്ന കണ്ടില്ലല്ലേ, നന്നായിട്ട് കീരാങ്കീരി ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അക്കുഡോസിനെ ഞാൻ എടുത്തിരിക്കുകയാണ്. അവനിന്ന് നടക്കാൻ കുറച്ച് മടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം എല്ലാം എടുത്ത് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അക്കുഡോ കേട്ടോ. ഇതാ ബില്ലടിക്കാൻ എടുത്ത് കൊടുക്കുകയാണ്. ഞങ്ങൾ അവിടെ തന്നെ സാധനമൊക്കെ മേടിച്ച് വെച്ചു. നേരെ ഇത്താത്താൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഞങ്ങൾ നിധിയാൻ്റെ അടുത്തെത്തി. നേരെ ഡ്രസ്സൊക്കെ മാറ്റി അക്കുഡോസ് നേരെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെ നിറച്ച് റോസൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അവൻ അതൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് നുള്ളി പറിച്ച് കളയണം. അവിടെ നിറച്ചും ചെടിയാട്ടോ. റോസേൻ്റെ ചോട്ടിലാണ്, അതിൽ നിറച്ചും പൂവുണ്ടായിട്ട് അതൊക്കെ പറിച്ച് കളയുകയാണ് കൊച്ച്. നമ്മളെ കിണറ്റിൽ നിറച്ച് വെള്ളം. ആ പേരയ്ക്കാ അതിന് മേലെയുള്ള ഇത് ചള്ള. അത് ചള്ള പറിക്കണ്ട, അതെല്ലാം ചള്ള. അത് ചള്ള വേണ്ട. ഇവിടെ വന്നാൽ പറമ്പും കൂടി ഇറങ്ങി നടക്കാൻ അക്കുഡോന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോന്നുണ്ടാവും പറിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നദീനാൻ്റെ അടുത്ത് നിന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാട്ടോ തിരിച്ച് വീട്ടിലെത്തിയേ. അപ്പം എല്ലാവർക്കും ബായ്.